മൻ അസ്ബഹ മിൻകും ആമിനം ഫീ സിർബിഹി, നിങ്ങൾ ജീവിക്കുന്ന വീട്ടിലും നിങ്ങൾ ജീവിക്കുന്ന നാട്ടിലും നിർഭയത്വമുള്ള ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങൾ അനുഗ്രഹീതരാണ്. മുആഫൻ ഫീ ജസദിഹി, നിങ്ങളുടെ ശരീരത്തിന് സൗഖ്യമുണ്ടോ ആഫിയത്തുണ്ടോ എങ്കിൽ നിങ്ങൾ അനുഗ്രഹീതരാണ്. ഇൻദഹു ഖൂതു യൗമിഹി, ഒരു ദിവസം കഴിക്കാനുള്ള ഭക്ഷണം നിങ്ങൾക്കുണ്ടോ? ഒരൊറ്റ ദിവസം കഴിക്കാനുള്ള ഭക്ഷണം, രാവിലെ ഉച്ചക്ക് വൈകുന്നേരം. അടുത്ത ദിവസമല്ല, വലിയ സംഗതിയല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, ഫലസ്തീനിലെ മക്കൾക്ക് ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണമല്ല, ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണമല്ല. ഭക്ഷണത്തിനു വേണ്ടി ക്യൂ നിൽക്കുമ്പോ ഇസ്രായേലിയൻ പട്ടാളം വരച്ച ലൈനിനപ്പുറത്തേക്ക് കടക്കുമ്പോഴാണ് പിഞ്ചു കുഞ്ഞുങ്ങളെ അതിക്രൂരമായി വെടിവെച്ച് കൊല്ലുന്നത്. ഇസ്രായേലിയൻ പട്ടാളത്തിലെ ചില ആളുകൾ പറഞ്ഞു പിന്മാറി. എന്തെന്നറിയോ? ഞങ്ങൾക്കിനി ഇത് കഴിയൂല. മാനസിക പ്രശ്നം. ഹിറ്റ്ലറിന്റെ സൈന്യത്തിൽ കുറച്ച് ആളുകൾ അങ്ങനെ ഉണ്ടായിരുന്നു, ചരിത്രം വായിക്കുന്നത്. മാനസിക പ്രയാസമായി വരും. കാരണം എന്താ? ചെറിയ മക്കളെ വെട്ടിവെച്ച് ഇങ്ങനെ കൊന്നിട്ട് മനുഷ്യന്മാരല്ലേ. ഹിറ്റ്ലറിന്റെ നിർദ്ദേശം ഇസ്രായേലിയൻ സൈന്യത്തിൽ ചില ആൾ, ഞങ്ങൾക്ക് ഇനി കഴിയില്ലേ കുട്ടികളെ വെടിവെക്കാൻ. കാരണം എന്താ? ശത്രുവാണെന്ന് വിചാരിച്ചു വെടിവെച്ച് അവിടെ പോയി നോക്കുമ്പോ പിഞ്ചു കുഞ്ഞു മരിച്ചു ഇങ്ങനെ മാനസിക. അതാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്തിന് ഭക്ഷണത്തിന് വേണ്ടി ലൈന് തെറ്റിച്ച് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക പ്രതീക്ഷയോടെ. പരാതി പറയുന്ന ആളുകളാകരുത്. അതിനാണ് ഞാൻ പ്രാർത്ഥനയുടെ ചരിത്രം സൂചിപ്പിച്ചത്. ഇൻദഹു ഖൂതു യൗമിഹി, ഒരു ദിവസം കഴിക്കാനുള്ള ഭക്ഷണമുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ചോദിക്കുന്നതാണ്, അലം നുസ്ഹി ലക ജിസ്മക, നിനക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം നൽകിയില്ലേ? വനുർബിക മിനൽ മാഇൽ ബാരിദ്, ശുദ്ധമായ വെള്ളവും നൽകിയില്ലേ? നമ്മളോട് ചോദിക്കും. എന്താ? ഇവരപ്പുറത്ത് നിർത്തി നമ്മളോട് ചോദിക്കും, നിനക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം നൽകിയില്ലേ? ശുദ്ധമായ വെള്ളവും നൽകിയില്ലേ? എന്തേ അള്ളാഹുവിന് വേണ്ടി നീ ചെയ്തത്?